കോറിലേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ റിഗ്രഷൻ ആണ് പഠിക്കുന്നത്. കോറിലേഷൻ സ്പിയർമാൻ്റെയും അതുപോലെ കാൾ പിയേഴ്സൻ്റെ ഒക്കെ കോറിലേഷൻ നമ്മൾ പഠിച്ചിരുന്നു. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻ്റ് വാല്യൂവിനെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടോ അതിലധികമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻ്റ് വാല്യൂവിനെ പഠിച്ചുകൊണ്ട് ഡിപ്പെൻഡൻ്റ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് വേരിയബിൾ വാല്യൂവിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, റിഗ്രഷൻ എന്ന് പറയാം. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് വേരിയബിൾ, ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കരുതാം. അപ്പോൾ ഒരു വേരിയബിൾ നോക്കിയിട്ട് മറ്റൊരു വേരിയബിളിൻ്റെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പഠന നിലവാരത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരു വേരിയബിളാണ്, പഠന നിലവാരം മറ്റൊരു വേരിയബിളാണ്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, പഠന നിലവാരം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. നമുക്ക് ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പഠിച്ചുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾ നന്നായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അയാൾ എക്സാമിന് തോൽക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണെന്ത്, റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. ഇത് പ്രോബ്ലം ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഡേറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണിത് ശരിക്കും. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിന് എന്താണ്, ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷനാണിത് വൈ ഹാറ്റ്. ഇത് ഈ മുകളിലുള്ളൊരു തൊപ്പി പോലെ കണ്ടാവും, ഇതിന് വൈ ഹാറ്റ് എന്നാണ് പറയാം. വൈ ഹാറ്റ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, ഇതിനാണ് വൈ ഹാറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ വൈ ഹാറ്റിൽ നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. എ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇതാ ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ രണ്ട് രീതിയിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രീതി നമുക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ രീതിയും ഈ മെത്തേഡും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ നമ്മളെ മുമ്പിൽ ഒരു പ്രോബ്ലം തരികയാണ്. ഇതിൻ്റെ നമ്മൾ റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ 3 കോളാണ് കൊടുത്തിട്ടുള്ളത്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ 2 കോളേ ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ക്വസ്റ്റ്യനിൽ 3 കോൾ ഉണ്ടാവും. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന 2 കോളങ്ങളാണ് ശരിക്കും നമുക്ക് കിട്ടേണ്ടത്. അവിടെ എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ കോളം ശരിക്കും ആവശ്യമില്ല, നമ്മൾ എ ബി സി ഡി പേര് മാത്രമാണ്. എക്സ് വൈ എന്നുള്ള പറഞ്ഞ 2 കോളങ്ങൾ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഓരോ വേരിയബിളും എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഇവിടെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, വൈ ഹാറ്റ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. അപ്പോൾ ആദ്യം എയും ബിയും നമ്മൾ കണ്ടെത്തണം. എക്സും വൈയും എക്സ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ, എക്സ് എന്ന് പറഞ്ഞാൽ ഹവർ ഓഫ് സ്റ്റഡീസ്, വൈ എന്ന് പറഞ്ഞാൽ എക്സാം സ്കോർ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എക്സ്. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് ഓരോന്ന് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം നമ്മൾ 2 കോളം ഇതിൻ്റെ കൂടെ അഡീഷണൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ചോദ്യത്തിൻ്റെ കൂടെ ഒരു കോളം കൂടെ ആഡ് ചെയ്യും. ആ കോളത്തിന് നമുക്ക് പേര് കൊടുക്കാം എക്സ് സ്ക്വയർ. എക്സ് വൈ എന്ന് പറഞ്ഞ 2 ടേബിൾ നിങ്ങൾ കണ്ടല്ലോ, അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് എക്സ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ വൈ സ്ക്വയർ കാണേണ്ട ആവശ്യമില്ല, എക്സ് സ്ക്വയർ കാണണം. ഓക്കെ, എക്സ് സ്ക്വയർ നമ്മളിവിടെ കണ്ടെത്താം. എക്സ് സ്ക്വയർ മാത്രം ഇവിടെ കണ്ടാൽ മതി. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ കാണുമ്പോൾ ഇതിൻ്റെ ഇരട്ടി 2 × 2, 4 × 4, 6 × 6, 8 × 8, 10 × 10. അങ്ങനെയാണെന്ത് ഇത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 × 2 എത്രയാണെന്ന് നോക്കാം. 2 × 2 4 പിന്നെ 4 × 4 16 6 × 6 36 പിന്നെ 8 × 8 64. അതുപോലെ തന്നെ 10 × 10
100 അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യണം. ആ കോളമാണ് എക്സ് സ്ക്വയർ എക്സ് വൈ എന്ന കോളം. എക്സ് വൈ, ഈ എക്സും വൈ ഇത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ഇക്വേഷനിലെ വാല്യൂസ് കിട്ടുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 50, 4 ഇൻറ്റു 70, 6 ഇൻറ്റു 65, 8 ഇൻറ്റു 90, അതുപോലെ തന്നെ 10 ഇൻറ്റു 95. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്. 50 ഇൻറ്റു 2 100. അടുത്തത് വരുന്നത് 4 ഇൻറ്റു 70 എന്ന് പറയുന്നത് 280. 6 ഇൻറ്റു 65 എന്ന് പറയുന്നത് 390. 8 ഇൻറ്റു 90 എന്ന് പറയുന്നത് 720. 10 ഇൻറ്റു 95 എന്ന് പറഞ്ഞാൽ 950. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കാണണം. ഇവിടെ ഒരു കോളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമ്മളൊരു കോളം ആഡ് ചെയ്യും. ഇത് എന്താണ്? ഇതെന്താണ്? എക്സ് ഫസ്റ്റ് കോളം. ഇവിടെ എക്സ് ആണ് അല്ലേ? എക്സ്. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുക? സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലാണ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 2 + 4 + 6 + 8 + 10. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ ജസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്, 30 ഇവിടെ കിട്ടുക. ഇനി വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് നോക്കാം. 50 + 70 + 65 + 90 + 95. ഇതാണ് സിഗ്മ വൈ എന്ന് പറയുന്നത്. സിഗ്മ വൈയുടെ ടോട്ടലായിട്ട് കിട്ടുക 370. ഓക്കെ. ഇനി നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ ഇതിൻ്റെ ടോട്ടലാണ്. 4 + 16 + 36 + 65 + 100. ഇതാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് 220 കിട്ടും. പിന്നെ നമുക്ക് കണ്ടെത്താനുള്ളത് സിഗ്മ 220 അല്ലേ? 220 ആണ്. ഇവിടെ 100 ഓൾറെഡി ഇവിടെ ഉണ്ട്. 100 നിങ്ങൾ കൂട്ടാൻ മറന്നാ, ഇവിടെ 100 ഉണ്ട്. അപ്പോൾ അടുത്തത് സിഗ്മ എക്സ് വൈ ടോട്ടൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും 100 + 180 + 390 + 720 + 950. ടോട്ടൽ 2440 നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയല്ലോ, ബി നമുക്ക് കണ്ടെത്തണം. ബിയും എയും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ബി ആദ്യം എന്ത് ചെയ്തു? ഈ സാധനം ഇവിടെ കോപ്പി ചെയ്യാം. ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഓൾറെഡി അറിയണ ഈ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണം. കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി ഈ വാല്യൂസൊക്കെ നമുക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? നോക്കാം. ഇതിൽ നോക്കാം. 1 2 3 4 5. യെസ്, n എന്ന് പറഞ്ഞാൽ 5. ഇവിടെ നമ്മൾ ഫ്രീക്വൻസി അല്ല കേട്ടോ, ഫ്രീക്വൻസിയുടെ ടോട്ടൽ അല്ല കാണേണ്ടത്, എത്ര എണ്ണം ഉണ്ട് എന്നാണ് കാണേണ്ടത്. n എന്ന് പറഞ്ഞാൽ 5. പിന്നെ സിഗ്മ എക്സ് വൈ നമുക്കിവിടെ കിട്ടി 2440 കിട്ടി. പിന്നെ നമുക്ക് സിഗ്മ എക്സ് എത്രയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. 30. ഇവിടെ 30 കിട്ടി സിഗ്മ എക്സ്. സിഗ്മ വൈ എത്രയാണ് കിട്ടിയത്? 370 കിട്ടി. പിന്നെ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ സിഗ്മ എക്സ് സ്ക്വയർ നമുക്ക് 220 കിട്ടി. ഇവിടെ സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
30 സിഗ്മ എക്സ് ഇതാണ് കണ്ടോ, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ ഇവിടെ. സിഗ്മ എക്സ് ഹോൾ സ്ക്വയറും ഇത് സിഗ്മ എക്സ് സ്ക്വയറും ആണ്. അപ്പോൾ 30 ഇവിടെ കിട്ടുക, 30 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരിക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, എഴുതുകയാണ്. ബി ഈക്വൽ ടു എൻ ഇൻറ്റു, എൻ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഇൻറ്റു 2440, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇൻറ്റു മൈനസ് ബ്രാക്കറ്റ് ഇടാം 30 ഇൻറ്റു 370 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 220 മൈനസ് 30 ഹോൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഒരു 1100 ഡിവൈഡഡ് ബൈ 200 ഈക്വൽ ടു 5.5 കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ബി 5.5 കിട്ടി. ഇനി നമുക്ക് എ കാൽക്കുലേറ്റ് ചെയ്യണം. എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകുന്നു. എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകളുണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. നമുക്ക് ഇതെടുക്കാം. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ സിഗ്മ വൈ നമുക്കറിയാം, സിഗ്മ എക്സ് നമുക്കറിയാം, എൻ നമുക്കറിയാം. 5.5 100 ആണോ വരുന്നത്? ഞാൻ നേരത്തെ കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് 1100 കിട്ടിയിരുന്നത്. ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും എത്രയാണ് കിട്ടിയത്? 5000. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് 5 ഇൻറ്റു 2440 എത്രയാണ്? ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കാം, ഒന്ന് നോക്കുമോ? ഇവിടെ ടോട്ടൽ വന്നത് ഓക്കെ, ഇവിടെ വന്നത് 12,200 മൈനസ് 11,100 അല്ലേ വന്നത്, ഡിവൈഡഡ് ബൈ 1100. എവിടെ? ഓക്കെ, 1000. ഓക്കെ, യെസ്, 100 വരുന്നത്. യെസ് യെസ് യെസ്. ഓക്കെ, ഒരു മിനിറ്റ് നോക്കട്ടെ, കൺഫ്യൂഷൻ. ഓക്കെ, കാൽക്കുലേറ്റർ ജസ്റ്റ് ഒന്ന് കൂട്ടിയോട്ടെ. മുപ്പത് ഇൻറ്റു 370 5 ഇൻറ്റു 2440 സമം 13. യെസ്, 11,100 തന്നെയാണ് കിട്ടുന്നത്. 12,200 മൈനസ് 11,100, 1100 തന്നെയാണ്, 100 അല്ല. കറക്റ്റാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ കൂട്ടിയെടുത്ത് ചെറിയ മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഇത് സംഭവം കറക്റ്റാണ്, ഇത് കൂട്ടിയത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 1100 ഡിവൈഡഡ് ബൈ 200, അപ്പോൾ ടോട്ടൽ 5.5 തന്നെയാണ് വരുന്നത്. അപ്പോൾ 5.5 കിട്ടി. ഇനി നമുക്ക് എ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബി ഓൾറെഡി നമുക്ക് കണ്ടെത്തി, ബി ആണെന്ത് 5.5. ഇനി എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. സിഗ്മ വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്, സിഗ്മ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 370 ആണ് സിഗ്മ വൈ, മൈനസ് 5.5 ആണ് സിഗ്മ എക്സ്, സോറി ബി, ബി ഇൻറ്റു സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 30 ഡിവൈഡഡ് ബൈ 5. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ വരുന്നത് ടോട്ടൽ 370 മൈനസ് 16 165 ഓക്കെ സമം 205. 5/5 ടോട്ടൽ എത്ര? യെസ് 41 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ എ നമുക്ക് 41 കിട്ടി, ബി 5.5 കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ, പഴയ ഇക്വേഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എടുത്തിട്ട് പ്രയോഗിക്കാൻ സമയമായി. ഇത് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് റിഗ്രഷൻ്റെ ഇക്വേഷൻ വൈ ഹാറ്റ് എന്ന് അതിന് പറയും, തൊപ്പിട്ടതിന് വൈ ഹാറ്റ് ഈക്വൽ ടു എ എത്രയാണ് 41 പ്ലസ് ബി 5.5 ഇൻറ്റു എക്സ്, എക്സ് എത്രയായിരുന്നു? എക്സ് എത്രയായിരുന്നു? 7 അല്ലേ? എക്സ് എങ്ങനെ 7 കിട്ടി? എക്സ് എത്രയാ? ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ക്വസ്റ്റ്യനിൽ തരുന്നതാണ് കേട്ടോ. ഒരു മിനിറ്റ്. എക്സ് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്, ഞാൻ വിട്ടുപോയതാണ്, ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്, ഇതിൽ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രെഡിക്റ്റബിൾ വാല്യൂവിനാണ് എക്സ് എന്ന് പറയാം. ക്വസ്റ്റ്യനിൽ തരും എക്സ് 7 അവർ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ എക്സ് 7 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഇവിടെ എക്സ് ബാർ അല്ല തന്നിട്ടുള്ള, എക്സ് ആണ് കാൽക്കുലേറ്റ്, അതുകൊണ്ടാണ് ഇവിടെ കൺഫ്യൂഷൻ ആയത്. എക്സ് ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂ ആണ്. ചിലപ്പോൾ ഓക്കെ, അത് നമ്മളൊരു അസംഷനാണ്. ഓക്കെ, അത് ഒരു നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇത്ര സമയം പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര മാർക്ക് കിട്ടും. അപ്പോൾ ഇത്ര സമയം എന്ന് പറയുന്നത് എക്സ് ഇത്ര സമയമാണ്, അതൊരു അസംഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണതാണ്, ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ അസംഷൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, 41 പ്ലസ്, അപ്പോൾ നമുക്കിവിടെ കിട്ടുക ആൻസർ കിട്ടുക 79.5 ആണ് എന്ത് ചെയ്യുക ആൻസർ കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ പറയാം.
ഓക്കെ, ഇവിടെയും എക്സിൻ്റെ വാല്യൂ 7 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ നമുക്ക് രണ്ട് കോളങ്ങളാണ് തന്നിട്ടുള്ളത്, 3 കോളങ്ങൾ തന്നിട്ടില്ല. പക്ഷേ എക്സും വൈയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 കോളം കൂടെ അഡീഷണൽ ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. ഇവിടെ ഒരു കോളം ആഡ് ചെയ്യും. അതിന് നമ്മൾ എന്ത് പേര് കൊടുക്കും? ഇത് കൂടെ എല്ലാവരും ചെയ്യാം കേട്ടോ. ഇല്ല, ഇത് ചോദിക്കാൻ സാധ്യത കുറവാ. ഇത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇത് ഒരു പക്ഷെ ചോദിച്ചാലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിയിട്ട് എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഈ റിഗ്രഷന് പ്രതീക്ഷിക്കേണ്ട കോറിലേഷൻ പ്രതീക്ഷിക്കാം. കോറിലേഷനിൽ സ്പിയർമാൻ്റെ കോറിലേഷനും അതുപോലെ തന്നെ കാൾ പിയേഴ്സൻ്റെ കോറിലേഷനും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് അത്ര പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് അടുത്ത വാല്യൂ? ഇത് ഒരുപാട് ഇക്വേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ നമ്മൾ കാണാം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതാണ് എക്സ് നമുക്ക് തന്നു. എക്സിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ കാണേണ്ടത്. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ക്വയർ എത്രയാ? 1 അല്ലേ. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4. 3ൻ്റെ സ്ക്വയർ 9. 4ൻ്റെ സ്ക്വയർ 16. 5ൻ്റെ സ്ക്വയർ 25. ഇനി നമുക്ക് ഒരു കോളം കൂടെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ് വൈ സിമ്പിളാണ്. ഇത് ഇൻറ്റു ചെയ്യുന്നത് മതി. 1 ഇൻറ്റു 60, 2 ഇൻറ്റു 70, 3 ഇൻറ്റു 75, 4 ഇൻറ്റു 80, 5 ഇൻറ്റു 90. അപ്പോൾ നമുക്ക് എത്രയാണ് വരിക? 1 ഇൻറ്റു 60 60 തന്നെ. 2 ഇൻറ്റു 70 14, 140. 3 ഇൻറ്റു 75 75, 150, 225. പിന്നെ 80 ഇൻറ്റു 4 8 8 14, 4 8 32, 320. 9 ഇൻറ്റു 5 9 18 27 36 45, 450. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് അടിയിലൊരു കോളം ആഡ് ചെയ്യാം. ഇതിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് ഒരു കോളം ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? എക്സിൻ്റെ ടോട്ടൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 എത്രയാണ്? 15 അല്ലേ? 15 അല്ലേ? 15. അടുത്ത ടോട്ടൽ എത്രയാണ്? സിഗ്മ വൈ 375. ഓക്കെ, അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ യെസ് 55. എക്സ് വൈൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് വൈ 1195. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എഴുതണം. അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻ ഇവിടെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബീൻ്റെ ഇക്വേഷൻ. ബി ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ബി മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും കേട്ടോ. ഇത് പൂർണ്ണമായിട്ടും ചോദിക്കാതെ അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ബിയും എയും മാത്രം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ വരുന്ന ഈ എക്സ്. നേരത്തെ നമ്മൾ 7 കണ്ടല്ലോ. ഈ 7 ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. അത് നമുക്ക് റിസർച്ചിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഇതുവരെ പറഞ്ഞിട്ട് നിർത്താനും ചിലപ്പോൾ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എൻ എത്രയാണ്? 1 2 3 4 5 അല്ലേ? എൻ എന്ന് പറഞ്ഞാൽ 5. പിന്നെ സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1195.
പിന്നെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 15, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 375, പിന്നെ ഇവിടെ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 55, എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പം നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് വാല്യൂവിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 5 × 3195 മൈനസ് 15 × 375 ഡിവൈഡഡ് ബൈ 5 × 55 മൈനസ് 15 സ്ക്വയർ. അപ്പോൾ 5975 മൈനസ് 605 275 ബൈ 2 5 equal to 350 ഡിവൈഡഡ് ബൈ 50. എത്രയാണ് കിട്ടിയത്? ഓക്കെ, 7B എന്ന് പറഞ്ഞാൽ നമുക്ക് 7 കിട്ടി. ഇനി നമുക്ക് A കാൽക്കുലേറ്റ് ചെയ്യാം. A കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് വൈ, നമ്മുടെ വൈ എന്ന് പറഞ്ഞാൽ 375 ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമ്മൾ 370 ഒക്കെ തന്നത് തന്നെയാണ്. 375 മൈനസ് ബി എത്രയായിരുന്നു? ബി 7 നമ്മൾ ഈ ഇക്വേഷൻ ആട്ടോ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നത്, സെക്കൻഡ് ഇക്വേഷനോട് എടുക്കുന്നില്ല. 7 × 15 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് കിട്ടുക 375 മൈനസ് 105 ബൈ 5. അപ്പോൾ 270 ബൈ 5 ഈക്വൽ ടു 4 അല്ലേ? 45 അല്ലേ? അപ്പോൾ നമുക്ക് എ കിട്ടി. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിലും എ ബി മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഇനി നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ എക്സ് യെസ് 7 ആണ്. എക്സ് 7 ആണ്. അപ്പോൾ y hat ഈക്വൽ ടു എ എത്ര കിട്ടിയത്? 54 പ്ലസ് ബി എത്രയായിരുന്നു? യെസ് ബി 7 × 7. അപ്പോൾ 54 പ്ലസ് 7 40 എത്ര? 49 അല്ലേ? ടോട്ടൽ എത്രയാണ്? 103. യെസ്, ഇങ്ങനെയാണ് ആൻസർ വരിക. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടത് ബേസിക്കാണ്. ഇതിൽ റിഗ്രഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളതൊക്കെ ബേസിക്കാണ്. മീന്, മീഡിയം, മോഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക്കാണ്. അപ്പോൾ അത് മറ്റ് പ്രോബ്ലംസ് ചെയ്യുന്ന കൂടെ അത് ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. റിഗ്രഷൻ ഈ 3 ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആദ്യം നിങ്ങളത് നോക്കുക. അത് കൺഫ്യൂഷൻ ആണെങ്കിൽ പിന്നെ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഇതിലേക്ക് വന്നാൽ മതി. ഇവിടെ 3 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാണ്ട് ഈ റിഗ്രഷനിൽ. ഒന്ന് പ്രധാനപ്പെട്ട ഇക്വേഷൻ ഇതാണ്, y hat ഈക്വൽ ടു a പ്ലസ് ബി എക്സ്. പിന്നെ എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഈ 2 ഇക്വേഷനും 3 ഇക്വേഷനും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ.
ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എന്നിട്ട് ഇടയ്ക്കത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മറ്റേത് നമുക്ക് എക്സാമിന് മുന്നോടി ആയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു A4 പേപ്പറിലോ ജസ്റ്റ് എല്ലാ ഇക്വേഷനും എഴുതി വെക്കാം. മീൻ്റെയും കോറിലേഷൻ്റെയും റിഗ്രഷൻ്റെയും സ്പിയർമാനും എല്ലാം ഓർഡറിലായിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ എക്സാമിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇപ്പോൾ ഈ കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കോറിലേഷനാണ്. റിഗ്രഷൻ ചോദിക്കാൻ സാധ്യത കുറവാണ്. അതുമാത്രമല്ല സ്പിയർമാനും അതുപോലെ തന്നെ കാൾ പിയേഴ്സണും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഇത്രയാണുള്ളത് ഇതിൽ. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. തിയറി ആയിട്ട് ചോദിക്കും. തിയറി ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല, തിയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. റിഗ്രഷൻ സാധാരണഗതിയിൽ തിയറിയാണ് ചോദിക്കൽ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എഴുതിയാൽ മതി. ആദ്യം നോട്ട് റിഗ്രഷൻ്റെ നോട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അതിൽ റിഗ്രഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചതാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അതിലുണ്ട്. അതെ അതെ അതെ. ഇന്നലെ പറഞ്ഞ എല്ലാത്തിനും നോട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ട്. ഉണ്ട്. ഒറ്റ രണ്ട് സെറ്റ് ഉണ്ട്. ടോട്ടൽ 22 ചോദ്യങ്ങളാണ് നമ്മൾ നോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 22